Hello everyone, Assalamu alaikum. Welcome back to another video of Zoella Hair Accessories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഹെയർ ബ്രൂച്ചാണ്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയല്ലേ, അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്കും അല്ലാതെ നമുക്ക് സെല്ല് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രൂച്ചാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് 3 കളർ റിബൺസും ഗിയർ വയറും ബീഡ്സും ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് ഗിയർ വയർ ഒരു 100 ഇഞ്ചിലെടുക്കാം. 100 ഇഞ്ച് നീളത്തിൽ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്കതിനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഒന്ന് പിരിച്ചു കൊടുക്കണം. അത് പിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഒരറ്റത്തു നിന്ന് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ബീഡ് കയറ്റാം. 2 സൈഡിൽ നിന്നും ബീഡ് കയറ്റണം. ആദ്യം ഒരു സൈഡിൽ നിന്ന് ബീഡ് കയറ്റാം. ബീഡ് കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് മറ്റേ സൈഡിൽ നിന്നും ബീഡ് കയറ്റാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബ്രൂച്ചാണ്. ഇതിൻ്റെ ബേസിക്കാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹെയർ ബ്രൂച്ചിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് സിമ്പിൾ ഫോമാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഹെയർ ബ്രൂച്ചും അതുപോലെ തന്നെ ഒരു റോസ് ഫ്ലവറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പഠിക്കുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബ്രൂച്ചാണ്. നമുക്കിതൊന്ന് പിരിച്ചു കൊടുക്കാം. ഈ 2 സൈഡിലും പിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തും പിരിച്ചു കൊടുക്കണം. ഒരു 5 to 7 ടൈംസ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതിയാകും. അത്രയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഇതിൻ്റെ താഴെ നമ്മളൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. പിരിച്ചു കൊടുത്ത് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഹെയർ ബ്രൂച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റിബണിലേക്ക് പോകാം. ഒരു 30 ഇഞ്ച് നീളത്തിൽ റിബൺ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വലിയൊരു സൂചി നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നൂലിൻ്റെ ആവശ്യമില്ല, സൂചി മാത്രം മതി. എന്നിട്ട് 2 സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഈ സൂചിയിലോട്ട് ഈ റിബൺ നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നൂല് കയറ്റുന്ന ഭാഗത്തൂടെ ഈ ചെറിയൊരു പോർഷൻ കയറ്റിയിട്ട് നമ്മുടെ ഈ സൂചി ഒന്ന് കറക്കി കൊടുക്കണം. ഈ സൂചി കറക്കും തോറും നമ്മുടെ റിബൺ ഇങ്ങനെ കറങ്ങി വരും. അപ്പം നമുക്ക് നല്ലൊരു റോസ് ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പുറയിൽ നിന്ന് സൂചി വലിച്ചിട്ട് ആ ചെറിയ പോർഷൻ കയറ്റിയതൂടെ താഴോട്ട് വരും. അന്നേരം ബാക്കി വന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കി വന്ന പോർഷൻസ് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെറ്റൽസൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു റോസ് ഫ്ലവറായി വന്നിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ നമുക്ക് 3 കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പമാണ്. സ്റ്റിക്ക് ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് B7000 ആണ്. അതെടുക്കുക. നമുക്ക് 3 കളേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഓർഡറിൽ, നമ്മുടെ ഫ്ലാഗിൻ്റെ ഓർഡറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ബ്രൂച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഹെയർ ബ്രൂച്ചാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരാൻ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.